മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ക്രൈസ്തവ വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ഉന്നമനത്തിനായി അക്ഷീണം പരിശ്രമിക്കുന്ന സ്ഥാപനമാണ് എന്ന് വയനാട് ജില്ലാ മാനേജർ ക്ലീറ്റസ് ഡി സിൽവ പറയുകയുണ്ടായി. ക്രൈസ്തവ വിഭാഗക്കാർ പരമാവധി സ്ഥാപനത്തിന്റെ സേവനം നേടണമെന്നും അദ്ദേഹം ഷെക്കന ന്യൂസിനോട് പ്രതികരിക്കുകയുണ്ടായി. 1995 കേരളത്തിലെ പിന്നോക്ക മത ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാമ്പത്തിക സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപിതമായ സ്ഥാപനമാണ് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ. കേരളത്തിലെ 14 ജില്ലകളിലുമായി ഇന്ന് 34 ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ദാരിദ്ര്യത്തിൽ നിന്നും സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിന്നും മോചനം നേടുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തെക്കുറിച്ച് ക്രൈസ്തവർക്കിടയിൽ വേണ്ടത്ര അവബോധം ഉണ്ടായിട്ടില്ല എന്ന് വയനാട് ജില്ലാ മാനേജർ ക്ലീറ്റസ് ഡി സിൽവ പറഞ്ഞു. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും ഈ ഓഫീസിനെ കുറിച്ച് വേണ്ട അവബോധമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതലായും മറ്റു പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ നിന്ന് നൽകുന്ന വായ്പകൾ കൂടുതലായും ഉപയോഗപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ സമുദായം കൂടുതൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പാവപ്പെട്ടവരായി ഒത്തിരി ആളുകൾ സമൂഹത്തിൽ ഇന്ന് ഉണ്ട്. അവരുടെ ഉന്നമനം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. നിർഭാഗ്യവശാൽ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു നഗ്ന സത്യം. എന്നിരുന്നാലും പരമാവധി ആളുകളിലേക്ക് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളിലേക്ക് ഞങ്ങളുടെ സേവനങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇന്ന് പലരും പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പലവിധ വായ്പകൾ നൽകാൻ ഈ സ്ഥാപനം ശ്രമിക്കുന്നതിനെ സംബന്ധിച്ച് ആളുകൾ ബോധവാന്മാരല്ലെന്ന് ഇദ്ദേഹം പറയുന്നു. മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതലും ഈ സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും വയനാട് ജില്ലാ മാനേജർ ക്ലീറ്റസ് ഡി സിൽവ പറഞ്ഞു. ഷെക്കൈന ന്യൂസ്, വയനാട്.